ഇറാനെ ആക്രമിക്കുമോ? വൻ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. ഇത് ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഇറാനെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളും വന്നു. ട്രംപിന്റെ വിശ്വസ്തനും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാനുമായ ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ഡാൻ കെയ്ൻ എതിർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് യുഎസിന് തിരിച്ചടിയാകുമെന്ന് കെയ്ൻ ട്രംപിനെ ഉപദേശിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുഎസിന് അത് താങ്ങാനാവില്ലെന്ന് കെയ്ൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ട്രംപ് തള്ളിയിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ട് വലിയ ചർച്ചയായി തുടരുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തെ കെയ്ൻ ഭയപ്പെടുന്നുവെന്നും എതിർക്കുന്നുവെന്നുമുള്ള വാർത്തകൾ 100% തെറ്റാണെന്നാണ് ട്രംപ് പറയുന്നത്. മറ്റെല്ലാവരെയും പോലെ കെയ്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സൈനികമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെന്നും ട്രംപ് സോഷ്യൽ കുറിച്ചു. ട്രംപുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് കെയ്ൻ. വിരമിച്ച കെയ്നെ തിരികെ കൊണ്ടുവന്നത് ട്രംപാണ്. 4 സ്റ്റാർ ജനറൽ പദവി നൽകിയാണ് ട്രംപ് ജോയിന്റ് ചീഫ് ചെയർമാനായി കെയ്നെ നിയമിച്ചത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ വാഷിംഗ്ടൺ DC ആകാശ സുരക്ഷ ഉറപ്പാക്കാൻ പറന്നുയർന്ന A-16 യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാരിൽ ഒരാളായിരുന്നു കെയ്ൻ. 150-ലധികം മണിക്കൂർ കോംബാറ്റ് ഫ്ലൈയിങ് നടത്തിയ അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ എത്തി. ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഭീഷണി പ്രഖ്യാപനം നടത്തിയത്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുശക്തമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിനിടെ യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ, സ്വീഡൻ, സെർബിയ, പോളണ്ട്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടു. ലെബനനിലെ US എംബസി ജീവനക്കാരെ ഒഴിപ്പിച്ചു. US ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള പൗരന്മാരോട് രാജ്യം വിടാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ മാർഗങ്ങളിലൂടെ എത്രയും വേഗം ഇറാൻ വിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യവസായികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ലഭ്യമായ ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് ഉടൻ പുറത്തു കടക്കുക എന്നാണ് എംബസി നിർദ്ദേശം നൽകിയത്. അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ നടക്കും. അതിനിടയിൽ ഗൾഫ് മേഖലയിൽ വൻതോതിൽ സൈനിക വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും നീക്കി ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട്.